സ്റ്റോർ റൂമിൽ കയറാൻ ആർക്കും അവകാശമില്ല, അത് ക്യാപ്റ്റന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ? വീട്ടിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഈക്വൽ അവകാശമാണ്. റൂമിലെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആദ്യം ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ എടുക്കാം, എന്താണെങ്കിലും. എന്നാൽ അനീഷ് എടുക്കുന്നതിൽ എന്തോ ഒരു വിരക്തി ആദിലക്കുണ്ട്, അത് പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ അനീഷ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിലോ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലോ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ ചർച്ചയ്ക്കിടയിൽ ആദില ഒരു കാര്യം പറഞ്ഞു അനീഷിൻ്റെ അടുത്ത്. അനീഷ് പോയിട്ട് എടുത്തോളൂ, പക്ഷേ ക്യാപ്റ്റൻ ഉള്ളതാണെങ്കിൽ അത് വായിക്കരുതെന്ന്. അതിലത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ. ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കും, അപ്പോൾ ആരാണോ ആദ്യം കയറിയിട്ട് ആ ടാസ്ക് എടുക്കുന്നത് അവർ വായിക്കുമ്പോൾ അവർക്ക് ആലോചിക്കാൻ ടൈം കിട്ടും. ബാക്കിയുള്ളവർക്ക് ആലോചിക്കാൻ സമയം കിട്ടില്ല. ബിഗ് ബോസ് പറയും ടാസ്ക് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ കയറിയിട്ട് പറയേണ്ടതായിട്ട് വരും. നേരത്തെ ടാസ്ക് ലെറ്റർ വായിച്ചാക്കുകയാണെങ്കിൽ കുറേ ടൈം കിട്ടും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ആരും ഓടിച്ചെന്ന് എടുത്താലും ആദ്യം എൻ്റെ കയ്യിൽ കൊണ്ടുതരണം, ആരും വായിക്കരുതെന്ന്. അക്ബർ പറയുന്നത് ആര് കയറിയാലും ടാസ്ക് ലെറ്റർ വായിക്കും, അത് ക്യാപ്റ്റനായിട്ടുള്ള ആദില തന്നെ കയറണം എന്നാണ് പറയുന്നത്. അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദിലക്ക് പൊതുവേ സ്റ്റോർ റൂമിൽ കയറിയിട്ട് അതൊന്നും എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അനീഷ് എടുക്കുക എന്നുള്ളതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റാലും കുഴപ്പമില്ല, ഞാൻ കയറി എടുത്തോളാം. പിന്നെ മെഡിസിൻസ് എല്ലാം അവനവൻ പോയി എടുക്കട്ടെ, ബാറ്ററൊക്കെ അവനവൻ പോയി എടുക്കട്ടെ, അനീഷ് എടുത്ത് കൊടുക്കണ്ടെന്ന്. അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കും, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇനി ഞാൻ കൊടുക്കും എന്നുള്ളൊരു വാശിയിൽ അനീഷും. എന്നാൽ അനീഷ് എടുക്കണ്ട എന്നുള്ളൊരു വാശിയിൽ ആദിലും. അങ്ങനെ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചൊറിച്ചിലൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ അല്പസമയം മുമ്പ് കഴിഞ്ഞത്. ഇതിൽ അനീഷ് പറയുന്നുണ്ട് ക്യാപ്റ്റനുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ബിഗ് ബോസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെറ്ററാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഞാനത് വായിക്കില്ല, അല്ലാത്തതാണെങ്കിൽ ഞാൻ എടുക്കും, അതെൻ്റെ അവകാശമാണെന്നൊക്കെ പറഞ്ഞ് അവകാശത്തിന് വേണ്ടി പൊരുതുന്ന അനീഷിനെയാണ് കാണുന്നത് കേട്ടോ. എന്തായാലും കഴിഞ്ഞ ദിവസം വരെ ലാലേട്ടൻ പറഞ്ഞുള്ളൂ സ്റ്റോർ റൂമിൽ ഓടി കയറുന്നതിനെ കുറിച്ച്. പക്ഷേ അനീഷിൻ്റെ അവകാശമാണ്, അനീഷിന് നല്ല എല്ലാവർക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ക്യാപ്റ്റൻ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, ആദ്യം ആരെത്തുന്നോ അവർക്ക് പോവാം. അങ്ങനെ സ്റ്റോർ റൂമിൽ കയറാനുള്ള ഇടിപിടിയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. എത്ര ദിവസത്തേക്ക് ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. എനിക്ക് തോന്നുന്നു അതിലേക്ക് 2-3 ദിവസം ഇതുപോലെ അനീഷിൻ്റെ വാശിക്ക് വേണ്ടിയിട്ട്, അനീഷ് തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ആദ്യം ഓടി പോകുമായിരിക്കാം. 2 ദിവസം കഴിയുമ്പോൾ ഡൗൺ ആവും, അനീഷ് തന്നെ എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ഇതാ എന്താകുമെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ട് തന്നെ അറിയാം. ലൈവ് അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.